ഗ്രേറ്റർ നോയിഡയിൽ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയ 2 സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ദളിതരെ പോലീസ് വിവസ്ത്രരാക്കി. കൈക്കുഞ്ഞുമായി വന്ന സ്ത്രീയെ പൂർണ്ണ നഗ്നയാക്കി മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധം ശക്തമാവുകയാണ്. വിവരങ്ങളുമായി മനു ശങ്കരൻ ചേർന്നുണ്ട്. മനു, എങ്ങനെയായിരുന്നു സംഭവം? വിവരങ്ങൾ. സൗമ്യ, ഗ്രേറ്റർ നോയിഡയിലെ ധൻകർ പോലീസ് സ്റ്റേഷനിലായിരുന്നു ഇത്തരത്തിലൊരു മൃഗീയ സംഭവം അരങ്ങേറിയത്. കുടുംബത്തിൽ കവർച്ച നടന്നു എന്ന പരാതി നൽകുവാനെത്തിയ യുപിയിലെ കുടുംബത്തെ ഒന്നടങ്കമാണ് നഗ്നരാക്കി പോലീസ് തെരുവിലേക്ക് നിർത്തി മർദ്ദിച്ചിരുന്നത്. എന്തായാലും പരാതി നൽകാനെത്തിയ ഇത്തരത്തിൽ സുനിൽ ഗൗതം എന്ന യുപി സ്വദേശി തന്റെ ഭാര്യയും ഒപ്പം കൈക്കുഞ്ഞുമായാണ് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയത്. തന്റെ കുടുംബത്തിലടക്കം കവർച്ച നടന്ന പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും ഈ പരാതി അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഗ്രേറ്റർ നോയിഡയിലെ ധൻകർ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. എന്നാൽ പോലീസുകാർ ഈ പരാതി സ്വീകരിക്കാൻ തയ്യാറാകാതെ ഈ കുടുംബാംഗങ്ങളെ ഒന്നടങ്കം പോലീസ് സ്റ്റേഷന് മുമ്പിലുള്ള തെരുവിലേക്ക് ഇറക്കി വിട്ടു. തുടർന്ന് സ്ത്രീയെ അടക്കം നഗ്നരാക്കി, കുട്ടിയെ നഗ്നരാക്കി, തുടർന്ന് ഇതിനൊപ്പം വന്നിരുന്ന മറ്റു സ്ത്രീകളെയും നഗ്നരാക്കി ഒന്നടങ്കം പോലീസ് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളും ദേശീയ മാധ്യമങ്ങൾ തന്നെ പലവരും പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും ഇതിനെതിരെ കടുത്ത പ്രതിഷേധം രാജ്യമൊട്ടാകെ ഉയരുകയാണ്. എന്തായാലും പോലീസ് ഇവരുടെ പരാതി സ്വീകരിക്കാൻ തയ്യാറാകാതെയും FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകാതെയും പകരം ഇവരുടെ വസ്ത്രമൊഴിഞ്ഞ്, ഈ സ്ത്രീയുടെയും കുട്ടിയുടെയും അടക്കം വസ്ത്രമൊഴിഞ്ഞ് നഗ്നരാക്കി കടുത്ത മർദ്ദനം ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇത്തരത്തിൽ മൃഗീയമായ ഒരു സംഭവം അരങ്ങേറിയിട്ടും ഇതിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് യുപി മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് അടക്കം ന്യായീകരിക്കുന്ന നിലപാടുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ കുറ്റം ചെയ്തത് ഈ ദളിത് കുടുംബാംഗങ്ങളാണെന്നും പോലീസിനെതിരെ വെറുതെ കഥകൾ കെട്ടിച്ചമയ്ക്കുകയാണെന്നുമാണ് യുപി സർക്കാരിന്റെ നിലപാട്. പോലീസ് ഉന്നത കേന്ദ്രങ്ങളും പോലീസിനെ, പ്രത്യേകിച്ച് ധനഗർ പോലീസ് സ്റ്റേഷനിലെ SI അടക്കം ന്യായീകരിക്കുന്ന നിലപാടുകളുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് പോലീസിന്റെ തെറ്റല്ലെന്നും പകരം ദളിത് കുടുംബങ്ങൾ വെറുതെ കെട്ടിച്ചമച്ചതും അവർ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി അടി വാങ്ങിക്കൂട്ടുകയായിരുന്നുവെന്നുമൊക്കെയാണ് പോലീസ്. അവിടെ മനു, ഏറ്റവും വലിയ തെളിവായിട്ടുള്ളത് ആ ദൃശ്യങ്ങൾ തന്നെയാണ്. ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ആ സ്ത്രീയെ പോലും നഗ്നയാക്കി വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന കാഴ്ച. ഈ ഒരു വിഷ്വലൊക്കെ തന്നെ ഇത്രയും വ്യാപകമായി പ്രചരിച്ചിരിക്കുന്ന സാഹചര്യത്തിലും ഇതേ നിലപാട് തന്നെയാണോ സർക്കാരും ഒക്കെ സ്വീകരിക്കുന്നത്? സർക്കാർ ഇപ്പോഴും ആ നിലപാടിൽ തന്നെ തുടരുകയാണ്. കാരണം ഇവരുടെ പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകാത്ത സാഹചര്യത്തിൽ പോലീസ് സ്റ്റേഷന് മുമ്പിലിരുന്ന് ഈ ദളിത് കുടുംബങ്ങൾ സമരം നടത്തിയിരുന്നു. ഒപ്പം ഇവർക്ക് പിന്തുണയുമായി കൂടുതൽ ദളിത് കുടുംബാംഗങ്ങൾ, ഇവരുടെ ബന്ധുക്കളടക്കം പോലീസ് സ്റ്റേഷനിന് മുമ്പിലേക്ക് എത്തിയിരുന്നു. തുടർന്ന് ഇവർ ഏകദേശം അരമണിക്കൂറോളം പോലീസിനെതിരെ പോലീസ് ഈ പരാതി സ്വീകരിക്കാത്തതിനും ഇത്തരത്തിൽ ദളിത് കുടുംബാംഗങ്ങൾ എന്നതിന്റെ പേരിൽ മാത്രം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലും ഇറക്കിവിട്ട പോലീസ് നടപടിക്കെതിരെ കടുത്ത മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസ് ഇത്തരത്തിൽ ഇവരുടെ സമരം തച്ചുടയ്ക്കുന്നതിനായി ഇവരെ ഒന്നടങ്കം കയ്യേറ്റം ചെയ്യുവാനായി ശ്രമിച്ചത്. തുടർന്ന് ഈ സ്ത്രീകളെ അടക്കമുള്ളവരെ വിവസ്ത്രരാക്കി തുടർന്ന് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് പോലും വ്യക്തമാകുന്നത്. ഇത്തരത്തിൽ മൃഗീയമായ ഒരു സംഭവം നടന്നിട്ടും സർക്കാർ, പ്രത്യേകിച്ച് യുപി സർക്കാർ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പോലും പോലീസിനെ ന്യായീകരിക്കുന്ന നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. പോലീസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ പോലും ഇത്തരത്തിൽ ഈ മൃഗീയ സംഭവം നടന്നിട്ടും പോലീസിനെ ന്യായീകരിക്കുന്ന നിലപാടുകൾ മാത്രമാണ് സ്വീകരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റല്ല ഇത്. യുപി, പ്രത്യേകിച്ച് ദളിത് കുടുംബാംഗങ്ങൾ ആവശ്യത്തിലധികം സ്വാതന്ത്ര്യം ഉപയോഗിക്കുകയാണ് എന്നൊക്കെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ യുപി സർക്കാരിന്റെ ഫേസ്ബുക്ക് പേജിൽ പോലും പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സൗമ്യ. മനു, ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ഇടപെടാനുള്ളൊരു സാധ്യതകളുണ്ടോ? ആ വിധത്തിൽ എന്തെങ്കിലും അന്വേഷണങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അധികൃതർ നടത്തിയിട്ടുണ്ടോ? ഇങ്ങനെ ഒരു പരാതിയൊക്കെ വ്യാപകമായി വന്ന സാഹചര്യത്തിൽ സൗമ്യ, ഇതുവരെ ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായ അന്വേഷണത്തിന് ആരും തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു കാണേണ്ടത് ഇത്തരത്തിൽ യുപിയുടെ, പ്രത്യേകിച്ച് ദില്ലി അതിർത്തിക്കടുത്ത് നടന്ന ഒരു സംഭവമാണ്. രാജ്യ തലസ്ഥാനത്തിന് അടുത്ത് നടന്ന സംഭവമാണ്. എന്നിട്ട് പോലും പ്രത്യേകിച്ച് പല മാധ്യമങ്ങൾ പോലും ഇത് വാർത്തയാക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിൽ ഇപ്പോൾ നമ്മൾ പീപ്പിൾ TV ഉൾപ്പെടെ വളരെ കുറച്ച് മാധ്യമങ്ങൾ മാത്രമാണ് ഇത് സംബന്ധിച്ച് ഈ ഒരു വാർത്ത തന്നെ പുറത്തു കൊണ്ടുവരാൻ തയ്യാറായിട്ടുള്ളത്. അതിനാൽ തന്നെ ദളിതർ നേരിടുന്ന പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവരാൻ. മനു, തിരികെ എത്താം. ഏതായാലും ആ ദൃശ്യങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. ആ ദൃശ്യങ്ങൾ വ്യക്തമായി ഒന്നുകൂടി കണ്ട ശേഷം തിരികെ എത്താം മനുവിലേക്ക്. ദൃശ്യങ്ങൾ
യെസ്, വളരെ നാണക്കേടുണ്ടാകുന്ന ഒരു സംഭവമാണ് ഇന്നിപ്പോൾ ഗ്രേറ്റർ നോയിഡയിൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വലിയ പ്രതിഷേധം കൂടി ഉയരുമ്പോൾ മനുവിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് ഞങ്ങളുടെ റിപ്പോർട്ടറിലേക്ക്. മനു, ഈ ഒരു മേഖല ഇത്തരത്തിൽ പ്രത്യേകിച്ച് ആൾക്കാർ നോക്കി നിൽക്കെ ഈ വിധത്തിൽ ആ കുഞ്ഞിന്റെ കരച്ചിൽ പോലും കേൾക്കാം. ആ വിധത്തിൽ വളരെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. ആ സ്ത്രീയെ പോലും വിവസ്ത്രയാക്കി റോഡിലൂടെ വലിച്ചിടയ്ക്കുന്നു. ഈ വിധത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഇവിടെ ഈ പ്രദേശത്ത് ഇത്തരത്തിൽ ദളിതർക്ക് നേരത്തെയും ഇത്തരം പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണോ ഇത്? ആൾക്കാർ പോലും നോക്കി നിൽക്കുന്നു. പോലീസ് ഇത്രയും ക്രൂരമായി ഇവരോട് പെരുമാറുമ്പോഴൊക്കെ തന്നെ. മനു, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇത്തരത്തിൽ പോലീസിനെതിരെ ഇത്തരത്തിലൊരു സമരം ചെയ്ത ഈ സ്ത്രീകളടക്കമുള്ളവർ, പ്രത്യേകിച്ച് 5ഓളം പേർ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഇതിൽ തന്നെ ഈ 5ഓളം പേർക്കെതിരെയും പോലീസ് ചുമത്തിയിരിക്കുന്നത് IPC 307, IPC 232, 323, ഒപ്പം 147, 148, 353, 394 വകുപ്പുകൾ, ഇത്തരത്തിൽ ക്രിമിനൽ കേസുകളിൽ പോലും കുടുക്കി ഉൾപ്പെടുത്തുന്ന വകുപ്പുകളാണ് ഈ ദളിത് കുടുംബങ്ങൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. വിവസ്ത്രയാക്കി ഇത്തരത്തിൽ ദളിത് സ്ത്രീയെ അടക്കം മർദ്ദിച്ചിട്ടും ഈ സ്ത്രീയെ അടക്കം ഇത്തരത്തിൽ നഗ്നരാക്കി ഈ പോലീസ് ഈ കേസ് ഇവർക്ക് മേൽ ചുമത്തുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ ഇപ്പോൾ UP സൂപ്രണ്ട് ഓഫ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. സൂപ്രണ്ട് ഓഫ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് നോയിഡ പോലീസിന്റെ കുഴപ്പമല്ലായിരുന്നുവെന്നും ദളിത് കുടുംബങ്ങൾ പരിധി വിട്ട് ഉള്ള പ്രവർത്തനം നടത്തിയപ്പോൾ പോലീസിന് ഇടപെടേണ്ടി വന്നതാണെന്നും അതിനിടയിൽ പാകപ്പിഴകൾ പോലീസിന് സംഭവിച്ചത് മാത്രമാണെന്നുമാണ് പോലീസ് സൂപ്രണ്ട് ഓഫ് പോലീസ് UP തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിനെ UP സർക്കാരും ന്യായീകരിക്കുകയാണ് എന്നതാണ് ഏറ്റവും ലജ്ജാകരമായ ഒരു സംഭവം. എന്തായാലും രാജ്യമൊട്ടാകെ ഇതിനെതിരെ കടുത്ത പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. പോലീസിന്റെ അതിദാരുണമായ സംഭവത്തിനെതിരെ കടുത്ത പ്രക്ഷോഭ പരിപാടികൾ ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സൗമ്യ, മനു, ഇത്തരം പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രദേശത്താണോ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്? സൗമ്യ, തീർച്ചയായിട്ടും ഇത്തരത്തിൽ ദളിത് കുടുംബാംഗങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് ദളിതർക്കെതിരെ കടുത്ത വിദ്വേഷം പുലർത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പ്രത്യേകിച്ച് നോയിഡയിലെ ചില ഭാഗങ്ങളിൽ നിലനിൽക്കുന്നത് എന്നറിയാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് ദളിത് കുടുംബങ്ങളെ ഇവർ പല കാര്യങ്ങളിലും ഇവർ വകയിരുത്താറോ വിലയിരുത്താറോ ഇല്ല. ഇതിനാൽ തന്നെ തങ്ങളുടെ കുടുംബത്തിൽ അടക്കം നടന്ന ഒരു കവർച്ചയുടെ പരാതി ബോധിപ്പിക്കുവാനായിട്ടാണ് ഇത്തരത്തിൽ UPയിലെ നോയിഡ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവർ എത്തുന്നത്. പലതവണ ഇയാൾ ഇത്തരത്തിൽ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ പോലീസ് ഈ പരാതി സ്വീകരിക്കുവാനോ ഇതിൽ സംബന്ധിച്ച് ഒരു FIR രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിക്കുവാനോ തയ്യാറായിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം ഈ പരാതി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദളിത് യുവാവ് തന്നെ രംഗത്തെത്തിയത്. സുനിൽ ഗൗതം എന്ന ദളിത് യുവാവാണ് ഈ പരാതിയുമായി എത്തിയത്. എന്നാൽ ഇവരെ ഒന്നടങ്കം പോലീസ് സ്റ്റേഷനിലേക്ക് അടിച്ചിറക്കി വിടുകയായിരുന്നു.
വരികയായിരുന്നു. തുടർന്നാണ് കുറച്ച് കുടുംബാംഗങ്ങൾ, ദളിത് കുടുംബാംഗങ്ങളുടെ സഹായത്തോടു കൂടി പോലീസിനെതിരെ ഇത്തരത്തിൽ ഈ കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിലെ മുമ്പിൽ കുത്തിയിരിപ്പ് സമരം ഇവർ ആരംഭിച്ചത്. എന്നാൽ ഇതിൽ പ്രകോപിതരായ പോലീസുകാരാണ് തുടർന്ന് ഇവർക്ക് മുമ്പിലേക്ക് എത്തുകയും ഇവരിൽ സ്ത്രീകളെ അടക്കം നഗ്നരാക്കിക്കൊണ്ട് മർദ്ദിക്കുകയും ചെയ്തത്. തുടർന്ന് 3ഓളം സ്ത്രീകളെ വലിച്ചിഴച്ചുകൊണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഓടയിലൂടെയൊക്കെ മറ്റും വലിച്ചിഴച്ച് ഇവരെ കൊണ്ടുപോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ മൃഗീയമായ രീതിയിൽ ദളിതർ ആണ് എന്നതിൽ മാത്രം അതിമൃഗീയമായ മർദ്ദനങ്ങളാണ് പോലീസ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇവിടെ മനു, യെസ്, തിരികെ എത്താം. ശ്രീമതി സുഗതകുമാരി ടീച്ചർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീമതി സുഗതകുമാരി ടീച്ചർ, ഇത്തരം സംഭവങ്ങൾ നിരവധി പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. ഈ ദളിത് കുടുംബം അവിടെ ചെന്ന് ഈ വീട്ടിൽ കവർച്ച നടന്നു, അതിലൊരു FIR എഴുതണം എന്ന രീതിയിൽ ആവശ്യപ്പെട്ടു. അതിനുശേഷം അവിടെ കുത്തിയിരിക്കുമ്പോഴാണ് കൈക്കുഞ്ഞ് പോലുമുണ്ട് ആ സ്ത്രീയുടെ കയ്യിൽ. അവരെ പൂർണ്ണ വിവസ്ത്രയാക്കി മർദ്ദിക്കുന്നു. ആ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാം ആ വീഡിയോയിൽ. ഇന്ത്യയിൽ നമ്മൾ എത്ര പുരോഗമന ചിന്തകളെ കുറിച്ച് സംസാരിച്ചാലും, എവിടെയൊക്കെ പോയി ചർച്ചകൾ നടത്തി എന്നൊക്കെ പറഞ്ഞാലും, ഇന്ത്യയിൽ ഈ ദളിതർക്കെതിരെയുള്ള, സാധാരണക്കാർക്കെതിരെയുള്ള നിലപാട് അതിലൊരു മാറ്റവുമില്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാകുകയല്ലേ ഇവിടെ? ഏത് സ്ഥലത്താണ്? നോയിഡ, ഗ്രേറ്റർ നോയിഡയിലാണ്. വടക്കേ ഇന്ത്യയിലെ വടക്കേ ഇന്ത്യയിൽ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളതിന് എനിക്ക് അത്ഭുതമൊന്നുമില്ല. ഞാൻ ഒരു നിമിഷം അമ്പരന്ന് പോയി, നമ്മുടെ ഇവിടുത്തെ കാര്യമാണോ പറയുന്നതെന്ന്. വടക്കേ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും വളരെ വളരെ മോശമായ രീതിയിൽ ഇപ്പോഴും അവിടെ ടീച്ചർ ആ ദൃശ്യങ്ങൾ കണ്ടു കാണില്ല എന്നറിയുന്നു. ഇത് ഉത്തർപ്രദേശിൽ വളരെ ആ സ്ഥലങ്ങളൊക്കെ കണ്ടാൽ അറിയാം, കെട്ടിടങ്ങളൊക്കെ ആയാലും കുറച്ച് ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. ഗ്രേറ്റർ നോയിഡയിൽ ഇതുപോലെ തന്നെ പലപ്പോഴും ദളിതർക്കെതിരെ ഇങ്ങനെ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന ആക്ഷേപം നേരത്തെ തൊട്ടേ ഉണ്ട്. പക്ഷേ ഈ വളരെ ഡെവലപ്ഡ് ആയിട്ടൊരു മേഖല തന്നെയാണിത്. എന്താണ് ഡെവലപ്മെന്റ് എന്ന് വെച്ചാല്, പണം ഉണ്ടാകുകയാണോ ഡെവലപ്മെന്റ്? അതോ മനസ്സിനും ബുദ്ധിക്കും വികാസം ഉണ്ടാകുകയാണോ? അഹങ്കാരമാണ് ആദ്യം വർദ്ധിക്കുന്നത്. പിന്നെ ആരെയും പേടിക്കാനില്ല എന്നൊരു വിചാരമുണ്ട്. അത് രണ്ടുമാണ് ഇപ്പൊ വികസിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ നിയമങ്ങളെയും ലംഘിക്കാം. അഹങ്കാരം വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പൊ ദളിതരെന്ന് മാത്രം പറയണ്ട, ഈ പാവപ്പെട്ട ആർക്കും ഒരു വിധത്തിലുള്ള നീതിയും കിട്ടുകയില്ല. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദളിതരെന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും പാവപ്പെട്ടവരായിരിക്കും. അവരോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഡൽഹിയിൽ ഞാൻ കുറെ കാലം താമസിച്ചിട്ടുണ്ട്. തീണ്ടലും തൊടിയിലും ഒക്കെ ഇപ്പോഴും നല്ലതുപോലെ ഉണ്ടായിരുന്നു ഞാൻ താമസിക്കുന്ന കാലത്ത് വരെ. അപ്പോ ഇതിനൊന്നും എനിക്കൊരു അത്ഭുതവുമില്ല. അതിശക്തമായിട്ടുള്ള പ്രതികരണം ജനങ്ങളിൽ നിന്ന്, സമൂഹത്തിൽ നിന്നുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നീതി നടപ്പിലാക്കാൻ ഒക്കുകയുള്ളൂ, കുറ്റവാളികളെ ശിക്ഷിക്കാൻ ഒക്കുകയുള്ളൂ. അവിടെ ടീച്ചർ, നമ്മൾ ഒരു ഭാഗത്ത് ആ ഒരു വിഷയത്തിലേക്ക് വരികയല്ല, പക്ഷെ ഒരു ഭാഗത്ത് ബീഫ് നിരോധനം പോലെയുള്ള കാര്യങ്ങൾ വരുന്നു, അത്തരത്തിലുള്ള വലിയ ചർച്ചകൾ, തർക്കങ്ങൾ നടക്കുന്നു, കൊലപാതകം പോലും നടക്കുന്നു. ആ ഘട്ടത്തിലാണ് നീതിക്ക് വേണ്ടി നിന്ന് ഈ ആൾക്കാർക്കിടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അത് ആ കുഞ്ഞ് കയ്യിലിരിക്കുകയാണ്. അതിന്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ ആ വീഡിയോയിലുടനീളം കേൾക്കാം. ഇതിപ്പോ സ്ത്രീ പീഡനം മാത്രമല്ല, ഇത് അവമാനിക്കലാണ്. ഇതൊരു പീഡനം എന്നൊന്നും പറഞ്ഞപ്പോഴേ ഇത് അങ്ങേ അറ്റത്തെ അവമാനിക്കലാണ്. ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്. ഒരു വശത്തുകൂടെ വികസനത്തെ പറ്റി വർത്തമാനം പറയുക, ഒരു വശത്തുകൂടെ വലിയ വലിയ മഹത്തായ കാര്യങ്ങളൊക്കെ വർത്തമാനം പറയുക, ഒടുവിൽ പ്രവർത്തനം ഇങ്ങനെ. അത് ശരിയാകില്ല എന്ന് പറയാന് ഇന്ത്യയുടെ മനസ്സാക്ഷി ഉണരണം. അരുത് എന്ന് പറയാൻ, പാവങ്ങളുടെ നേരെ ഈ വിധത്തിലല്ല പ്രവർത്തിക്കേണ്ടെന്ന് പറയാനുള്ള ഒരു കരുത്ത് നമുക്കുണ്ടാകട്ടെ. അവിടെ ടീച്ചർ, ഒരുപക്ഷെ ടീച്ചറിനെ പോലെയുള്ള ആൾക്കാർ, എഴുത്തുകാരായാലും സാംസ്കാരിക പ്രവർത്തകരായാലും അല്ലെങ്കിൽ ചില പാർട്ടികളായാലും ഒക്കെ തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ പ്രതികരിച്ച് രംഗത്ത് വരുമ്പോഴും ഒരു നടപടി ഉണ്ടാകുമെന്ന ഒരു താൽക്കാലിക വാഗ്ദാനത്തെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല. അവിടെ ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം ആർക്കാണ്? കോടതി ഏറ്റെടുത്ത് കോടതിയെ കൊണ്ട് ചെയ്യിപ്പിക്കണം. നമുക്ക് നേരിട്ട് ശിക്ഷിക്കാൻ അനുവാദമില്ല. കോടതിയിൽ പോയി വീണ്ടും വീണ്ടും കേസ് കൊടുക്കാൻ സന്നദ്ധ സംഘടനകൾക്ക് അതിനുള്ള കരുത്ത് വേണം. ഇവിടെ അറിയാമല്ലോ, സൈലന്റ് വാലി തൊട്ട് ആറന്മുള വരെ കോടതിയുടെ സഹായം കൂടെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. എല്ലാറ്റിനും കോടതിയിൽ പോയും വഴക്കുണ്ടാക്കിയും പൊതുജനാഭിപ്രായം രൂപീകരിച്ചുമാണ് ഓരോ സമരവും ഇവിടെ നടക്കുന്നത്. അല്ലാതെ പറ്റില്ല. ഇതിപ്പോ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു സംഘടനയോ പറഞ്ഞാലൊന്നും ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. നിയമം കൊണ്ടുവരണം, നിയമം നടപ്പിലാക്കിക്കണം.
അതിനാണ് ഇവിടെ കോടതികളുള്ളത്. പോലീസ് സ്റ്റേഷൻ തെറ്റ് ചെയ്താൽ അതിന്റെ മുകളിലുള്ള ഉന്നതർക്ക് പരാതി കൊടുത്ത് അവരെ ശിക്ഷിപ്പിക്കണം. അതാണ് ചെയ്യാനുള്ളത്. തീർച്ചയായും അങ്ങനെ ഒരു ഇടപെടൽ ഒരു പക്ഷേ ഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ അതിനിപ്പോഴും ഉള്ള പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ ടീച്ചറുടെയൊക്കെ ഇടപെടൽ ആറന്മുള വിഷയത്തിലായാലും ഒക്കെ ഉണ്ടാകുമ്പോഴും കോടതിയുടെ ഒരു വിശ്വാസ്യത ആ വിധത്തിൽ നമുക്ക് ആശ്വസിക്കാനുള്ള ഒരു സാഹചര്യമുള്ളത്. പക്ഷെ നമുക്കറിയാം ഈ ഇന്ത്യയിൽ തന്നെയാണ് കൽബുർഗിയെ പോലെ ഉള്ളവർക്കുണ്ടായ ദുരനുഭവങ്ങൾ. ആ വിധത്തിൽ ഇടപെടുന്നവരെ പോലും വിഷയങ്ങളിൽ ഇടപെടുന്നവരെ പോലും ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള ഈ ഒരു മനോഭാവം സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഒരു പരിധി വരെ ഇവരെ പിന്നോട്ടടുപ്പിക്കത്തില്ലേ ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ ഇടപെടുന്നതിൽ? വടക്കേ ഇന്ത്യയിൽ ഈ വിധത്തിലുള്ള കൊലപാതകങ്ങളൊക്കെ അവർ വളരെ സാധാരണമായിട്ടാണ് എടുത്തിരിക്കുന്നത്, നിസ്സാരമായിട്ടാണ് കണക്കാക്കുന്നത്. അഭിപ്രായ വ്യത്യാസമുള്ളവരെ കൊന്നൊടുക്കിക്കൊള്ളുക എന്നുള്ളത് പണ്ടേ ഉള്ള ഒരു ഏർപ്പാടാണ്. നമ്മൾ മോശമൊന്നുമല്ല, അത് ഓർമ്മിച്ചു വെക്കണം. കേരളത്തിലൊക്കെ കൊലപാതകം നടന്നു എന്ന് ഓർമ്മിച്ച് നോക്കൂ. കഴിഞ്ഞ ഒരു 3-4 വർഷത്തിനിപ്പുറം രാഷ്ട്രീയമായ കൊലപാതകങ്ങൾ എത്രയെന്നും കൂടെ ആലോചിക്കാം. നമുക്ക് അഭിമാനിക്കാൻ അധികമൊന്നുമില്ല. തീർച്ചയായും വളരെ നന്ദി ശ്രീമതി ശകുന്തള ടീച്ചർ ഈ അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാവുകയാണ് ഇന്ത്യയിൽ ഉടനീളം. ശ്രീമതി കെ ശൈലജ ടീച്ചർ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശൈലജ ടീച്ചർ, ഒരുപക്ഷെ വളരെ നാണക്കേട് തോന്നുന്നു ഇന്ത്യക്കാരാണെന്ന് പറയുന്നതിൽ. ആ വിധത്തിലാണ് ആ ദൃശ്യങ്ങൾ. ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വിവസ്ത്രയായ ആ സ്ത്രീ ഉപദ്രവിക്കരുത് എന്ന് കേഴുകയാണ്. ആ വിധത്തിൽ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നു. ഓടയിൽ കൂടെയൊക്കെ അടക്കം 100 കണക്കിന് ആളുകൾ നോക്കി നിൽക്കുമ്പോൾ വലിച്ചിഴച്ചുകൊണ്ട് പോകുകയാണ് ഇവരെ ആ പോലീസുകാർ. ടീച്ചർ, എന്ത് തോന്നുന്നു? എന്തുമാത്രം അപമാനകരമായിട്ടുള്ള കാര്യം. നമ്മൾ എങ്ങനെയാണ് ഒരു രാജ്യത്ത് ജീവിക്കുക എന്നുള്ളതാണ്. ഇന്ത്യ എല്ലാ അർത്ഥത്തിലും തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതിനെതിരെ വളരെ ശക്തമായിട്ട് ജനകീയ പ്രതിരോധവും പ്രതിഷേധവും ഇല്ലെങ്കിൽ നമ്മുടെ നാട് മറ്റൊരു അഫ്ഗാനിസ്ഥാനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള തകർന്നു പോയ രാജ്യത്തിന്റെ കൂടെ ചേർക്കപ്പെടും എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഭീതി. ഇവിടെ സ്ത്രീകളും കുട്ടികളും എത്രമാത്രം അരക്ഷിതരാണ് എന്നുള്ളതാണ്. 68 വർഷക്കാലത്തെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ എന്താണ് കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിയിൽ നിർഭയയുടെ കൊലപാതകം ഉണ്ടായ സമയത്ത് ബസ്സിൽ വെച്ച് ആക്രമിച്ചതിന് ശേഷം എന്തെല്ലാം പ്രതീക്ഷകളാണ് ഭരണാധികാരികൾ നമുക്ക് തന്നത്. അതിനുശേഷം അന്വേഷണ കമ്മീഷൻ നിശ്ചയിച്ചു, നിരവധി സംവിധാനങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നമുക്ക് അനുകൂലമായിട്ടുണ്ടായോ? മുഴുവൻ പോലീസ് സേന എന്ന് പറയുന്നത് സമ്പന്നരുടെയും സ്ഥാപിത താല്പര്യക്കാരുടെയും എല്ലാം തന്നെ അവരുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള ഉപകരണമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പൊ BJP അധികാരത്തിൽ വന്നപ്പോൾ പ്രത്യേകിച്ചും അതിനെ ആക്രമിച്ചിരിക്കുകയാണ്. സ്ത്രീകളെ വസ്ത്രാക്ഷേപം ചെയ്യുന്നു. ഇത് പോലീസുകാർ പരിശോധിക്കാൻ എന്താ അതിന്റെ വിശദാംശം മനസ്സിലാക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഒരു സ്ത്രീയെ ഇത് മാത്രമാണോ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ജാതിയുടെ പേരില് വിവസ്ത്രയാക്കിയിട്ട് കഴുതപ്പുറത്തിരുത്തിയിട്ട് ഊരിയിരിക്കുന്നു സ്ത്രീയെ. അവിടെ ഒരു 13 വയസ്സുള്ള പെൺകുട്ടി ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കുമ്പോൾ അവളുടെ നിഴൽ സവർണനായിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ പതിച്ചു എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ വിവസ്ത്രയാക്കി അടിച്ചോടിക്കുന്നു തെരുവിലൂടെ. ഇത് ഏത് രാജ്യമാണ്? ഇതാണോ സ്വതന്ത്ര ഇന്ത്യ? വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഈ രാജ്യം പോകുന്നു. സാധാരണക്കാരന്റെ താല്പര്യങ്ങളും അവന്റെ അവകാശവും സംരക്ഷിക്കാൻ ഇവിടെ ആരുമില്ല. ഈ സ്ഥിതി കേരളത്തിലേക്കും പകർത്താനാണ് കൊണ്ടുവരുന്നത്. ഇവിടെ ജാതി കൊലപാതകങ്ങളും ആ രീതിയിലുള്ള അക്രമങ്ങളും അവസാനിച്ചിട്ട് കുറെ നാളുകളായി. ഗൗതമാനി ടീച്ചർ പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. എന്നാൽ അതിനേക്കാൾ എത്രയോ ഭയാനകമായിട്ടുള്ള കാര്യങ്ങളാണ് ജാതി അടിസ്ഥാനത്തിലുള്ള ലഹളകളും വർഗീയ ലഹളകളും. അവിടെയാണ് ശൈലജ ടീച്ചർ യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങളിലൊക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സർക്കാർ എന്ത് ചെയ്യുന്നു എന്നതുകൂടി നമ്മൾ പരിശോധിക്കണം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ബീഫ് നിരോധനം, ആ വിധത്തിലുള്ള തർക്കങ്ങൾ, പരസ്പര ആ വിധത്തിലുള്ള ന്യായീകരണങ്ങളൊക്കെ ഇപ്പം ദദ്രയിൽ കണ്ട സംഭവം പോലെയും അതുപോലും അവിടെയും ഇത്തരം വിഷയങ്ങളിലേക്കൊന്നും സർക്കാർ എത്തുന്നില്ല, അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിലൊന്നും ഇടപെടുന്നില്ല എന്നതിന്റെ കൂടി ഏറ്റവും പുതിയ ഉദാഹരണമല്ലേ ഇത്? അതെ, അത് ശരിയാണ്. കേരളത്തിനകത്തും നാം ഭയക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ ഇടപെട്ടിട്ടില്ല. ബീഫ് നിരോധനത്തിനെതിരെ പ്രതിഷേധിച്ചത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കാൻ സാമാന്യ ബോധമുള്ള ഒരാൾക്ക് സാധിക്കില്ലേ? ഈ രാജ്യത്ത് നാനാജാതി മതസ്ഥരുണ്ട്. ഇന്ത്യയുടെ ഭരണഘടനയിൽ സെക്യുലറിസം നമ്മൾ ഉൾച്ചേർത്തിരിക്കുന്നത്. അതല്ലാതെ വേറെ പോംവഴിയില്ല ഈ രാജ്യത്തിന്. മതപരമായി നിലനിൽക്കാൻ പറ്റില്ല. ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളുണ്ട്, അതുപോലെ തന്നെ ബുദ്ധന്മാരും ജൈനന്മാരും ഒക്കെയുണ്ട്. ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം എന്ന് പറഞ്ഞ് പുറപ്പെട്ടാൽ സാധിക്കുമോ? ബീഫ് കഴിക്കുന്നവരുണ്ട്, കഴിക്കാത്തവരുണ്ട്. അതുപോലെ തന്നെ മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്നവരുണ്ട്, മത്സ്യമാംസാദികൾ ഉപയോഗിക്കാത്തവരുണ്ട്. ദൈവവിശ്വാസികളുണ്ട്, വിശ്വാസമില്ലാത്തവരുണ്ട്. ഇവരെയെല്ലാം ഒറ്റതിരിഞ്ഞ് മാറ്റി നിർത്തി കറകളഞ്ഞ ദൈവവിശ്വാസി എന്ന് പറയുന്ന ദൈവവിശ്വാസം കൊണ്ടൊന്നുമല്ല ഇത്. അവിടെയാണ് ഒരുപക്ഷെ താങ്കൾ അടക്കം പറഞ്ഞിട്ടുണ്ട് പല ചർച്ചകളിലും പട്ടിണി കിടക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ പട്ടിണി മാറ്റാനല്ല നോക്കുന്നത്.
അതല്ല നോക്കുന്നത്. ഇവിടെ ബീഫ് എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ ആഹാരവും കൂടിയാണ് യഥാർത്ഥത്തില്. മാംസം കഴിക്കുന്ന ധാരാളം ആളുകളുണ്ടല്ലോ. ഇവിടെ ഈ സ്പെസിഫിക് വിഷയം കൂടി എടുത്താൽ ഇവിടെ പ്രത്യേകിച്ച് പോലീസ് സേനയ്ക്കുള്ളിൽ വടക്കേ ഇന്ത്യയിലാണെങ്കിലും ഒരുപക്ഷെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിലും ഇത്തരം സംഭവങ്ങൾ നിരവധി ഉണ്ടാകുന്നുണ്ട്. പലതും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് പോലുമാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ ഭരിക്കുമ്പോൾ, BJP ഭരിക്കുമ്പോൾ അതിനു കീഴിൽ ഇങ്ങനെയൊക്കെ ചെയ്താലും ഒന്നും സംഭവിക്കില്ല എന്ന ഒരു പൊതുവിലൊരു അലിഖിത നിയമം പോലീസ് സേനയ്ക്കുള്ളിലും ഉണ്ടോ? പ്രത്യേകിച്ച് ഈ സംഭവം നടന്ന് ഇത്രയും വലിയ വിഷയമായി സോഷ്യൽ മീഡിയയിലൂടെ ഈ വിഷ്വൽ അടക്കം ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന നിലപാടാണ് സർക്കാർ എടുക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയിലെ പോലീസ് വർഗീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ എല്ലാ പോലീസ് സേനയിലും മുഴുവൻ ആളുകളും, പക്ഷെ അതിന്റെ എല്ലാം നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് തനി വർഗീയവാദികളാണ്. ഇത് വലിയ ഫാസിസാണ്. പട്ടാളത്തിനകത്തും പോലീസിനകത്തുമെല്ലാം തങ്ങളുടെ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ BJP വർഷങ്ങളായി നടത്തിയ ശ്രമം, അതിന്റെ ബഹിസ്ഫുരണമാണ് ഇപ്പൊ കാണുന്നത്. ഒരാളെ തലക്കടിച്ച് കൊല്ലുകയാണ്. അയാള് ബീഫ് കഴിച്ചു എന്നും പറഞ്ഞത്, കഴിച്ചത് ബീഫല്ല ആട്ടിറച്ചിയാണെന്ന് പറഞ്ഞു. ഇനി ബീഫ് തന്നെ കഴിച്ചാൽ ഒരു ഇന്ത്യൻ പൗരനെ തലക്കടിച്ച് കൊല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? എന്നിട്ട് അയാളെ തലക്കടിച്ച് കൊന്നിട്ട് ആ പൗരനെ കൊന്നിട്ടുള്ള കുറ്റവാളിയെ പിടികൂടാനല്ല, 1-2 ആളുകളെ അറസ്റ്റ് ചെയ്തപ്പോ ആ സാധി പ്രാചീനോ എന്തൊക്കെ പറഞ്ഞിട്ടുള്ള MP-മാരൊക്കെ ഉണ്ടല്ലോ, BJPയുടെ മന്ത്രിമാരും MP-മാരൊക്കെ, അവര് യാതൊരു ലക്ഷ്യമില്ലാണ്ട് ആ പ്രദേശത്ത് പോയിട്ട് അറസ്റ്റ് ചെയ്ത പ്രതികൾക്ക് വേണ്ടി സംസാരിക്കുക. മരിച്ചു വീണവന് വേണ്ടിയല്ല, ബീഫ് കഴിച്ചാൽ അതിന്റെ ഫലം കാണുമെന്ന് പറയുകയാണ്. ഇതെന്തൊരു രാജ്യമാണ്? ഇവിടുത്തെ പോലീസിനെയും പട്ടാളത്തെയും എന്താക്കി മാറ്റിയിരിക്കുന്നു. അടിയന്തരമായിട്ട് ഇതിനെതിരായിട്ടുള്ള വലിയ ജനപിന്തുണയോടുകൂടിയുള്ള പ്രതിഷേധം ഉയർന്നു വന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യം ഒരു കൊലക്കളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് വിപുലമായിട്ട് വന്നുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ഇത് അവരും കണക്ക് നിങ്ങളും കണക്കും എന്നുള്ളൊരു സമീപനം ഒരു വിഷയത്തിലും ആരും എടുക്കുന്നത് ശരിയല്ല. കാരണം ഇവിടെ ഇടതുപക്ഷമാണ് മതേതരത്വത്തിന് വേണ്ടി ജീവൻ കൊടുത്ത് നിലനിൽക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷത്തെയും നല്ല ജനാധിപത്യ വിശ്വാസമുള്ളവരെയും സംരക്ഷിക്കുന്നതിനും അവർക്ക് ആക്കം കൊടുക്കുന്നതിനും ഈ നാട്ടിലെ ഓരോ പൗരനും സാധിച്ചില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. പലരും പലതും പറയുമ്പോൾ എല്ലാവരും കണക്കാണ്, ഇടതുപക്ഷവും കണക്കാ വലതുപക്ഷവും കണക്കാണെന്നാ. അങ്ങനെ സംസാരിച്ചത് കൊണ്ട് ഒന്നിനും പരിഹാരമാവുന്നില്ല. ഇവിടെ സെക്കുലറിസത്തിന് വേണ്ടി ന്യൂനപക്ഷ മതസ്ഥരെ പീഡിപ്പിക്കുന്നതിനെതിരെ ന്യൂനപക്ഷ മതത്തിലും ഭൂരിപക്ഷ മതത്തിലുമുള്ള വർഗീയതയെ ശക്തിയുക്തം എതിർക്കുന്നതിന് ഏറ്റവും അധികം തയ്യാറായിട്ട് മുന്നോട്ട് വരുന്നത് ഇടതുപക്ഷമാണ്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് SFI ക്യാമ്പസിൽ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയത്. ചില പള്ളിയിലെ പുരോഹിതന്മാർക്ക് പോലും അതിന്റെ ആന്തരികാർത്ഥം മനസ്സിലായില്ല. ചിലർ പറയുന്നത് കേട്ടു കോളേജിനകത്ത് ബീഫ് വെച്ച് വിളമ്പാൻ പാടില്ല എന്ന്. കോളേജിനകത്ത് ബീഫ് ക്യാൻറ്റീൻ ആരംഭിക്കുന്നതിനല്ലല്ലോ ആ പരിശ്രമം നടത്തിയത്. ഇവിടുത്തെ ഒരുപാട് ആയിരങ്ങൾ വരുന്ന ഇന്ത്യൻ പൗരന്മാരുടെ ഭക്ഷണം നിഷേധിച്ചുകൊണ്ട് ആ മതന്യൂനപക്ഷത്തെ എതിർക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോഴല്ലേ അതൊരു സിമ്പലാണെന്ന് കണ്ടിട്ട് അതിനെതിരായിട്ട് SFIയുടെ കുട്ടികൾ കോളേജ് ക്യാമ്പസിൽ ബീഫ് വെച്ചത്. എന്നിട്ട് ചില പ്രിൻസിപ്പാൾമാരെന്താ പറഞ്ഞത്, ഇവിടെ അത് അനുവദിക്കില്ല, ഇവിടെ ബീഫ് വെച്ച് വിളമ്പുന്നത് തെറ്റാണ്. മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കൊണ്ടാലും പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എപ്പോഴാ പഠിക്കുകയെന്നറിയില്ല. അതുകൊണ്ട് ഡൽഹിയിൽ നടക്കുന്ന ഈ സംഭവങ്ങൾ കൊണ്ടിട്ട് പഠിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതിന് ഞങ്ങളെല്ലാം വളരെ ശക്തമായിട്ട് പറയുന്നു. ഞങ്ങൾ ആരെങ്കിലും 1-2 സംഘടനകൾ മാത്രം വിചാരിച്ചാൽ അവസാനിപ്പിക്കാൻ കഴിയുന്ന കാര്യമല്ലത്. വമ്പിച്ച ബഹുജന പിന്തുണ ഉണ്ടാവണം. ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം ആളുകളും മതേതര മനസ്സുള്ളവരായിട്ട് മാറണം. ഭരണകൂടത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് താല്പര്യമുള്ള നല്ല ജനാധിപത്യ വിശ്വാസികളായിട്ട് മാറണം. ഞാൻ ഒരിക്കൽ കൂടി ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇടതും വലതും എല്ലാം കണക്കാണ് എന്നുള്ള വാദം ഈ കുറ്റവാളികളെ സഹായിക്കുന്നതിന് മാത്രം പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു അപകടത്തിലേക്ക് നമ്മുടെ പൗരസമൂഹം എത്തിപ്പെട്ടുകൂടാ എന്നുള്ള ഒരു വലിയ വേവലാതി നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. അതുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയരട്ടെ. ഇതിനെതിരെ മഹിളാ അസോസിയേഷൻ ഏതായാലും വളരെ ശക്തമായി പ്രതിഷേധിക്കും. ഞങ്ങൾക്കുള്ള കരുത്തും ഞങ്ങൾക്കുള്ള കഴിവും എല്ലാം വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശശികല ടീച്ചറുടെ പ്രസംഗം എന്ത് വൃത്തികേടാണ് ആ ശശികല ടീച്ചർ വിളിച്ചു പറഞ്ഞത്. അവരെ അറസ്റ്റ് ചെയ്യാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? എന്തൊരു മോശമായിട്ടുള്ള ഭാഷയിലാണ് അവരുടെ സംസ്കാരത്തിന് തരുന്ന തരത്തിലല്ലേ പ്രതികരിച്ചത്. എന്നിട്ട് അതിനെ എതിർക്കാൻ അമ്പലങ്ങളിൽ സ്ത്രീകൾ കൂടുന്നിടത്തെല്ലാം പോവുക, അവിടെ ഭഗവത്ഗീതയിലെയും രാമായണത്തിലെയും വരികൾ ചൊല്ലിയിട്ട് സ്ത്രീകളെ ആകർഷിക്കുക, എന്നിട്ട് അതിന്റെ പിന്നാമ്പുറത്ത് വർഗീയ വിഷം അടിച്ചേൽപ്പിക്കുക. ഇത് മനസ്സിലാക്കാൻ കേരളീയ സമൂഹത്തിനും ഇന്ത്യൻ സമൂഹത്തിനും സാധിച്ചില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാടിന്റെ സമൂഹത്തിന്റെ ഭാവി എന്ന് എല്ലാവരും ചിന്തിക്കുന്നത് നല്ലതാണ്. വളരെയധികം ശ്രീമതി ശൈല ടീച്ചർ അവസരത്തിൽ നമ്മൾ സംസാരിച്ചതിന് ശ്രീമതി ആനി രാജ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നുണ്ട്. വിഷയം അറിഞ്ഞു കാണും താങ്കളുടെ പ്രതികരണം. അങ്ങേയറ്റം പ്രതിഷേധാർഹമായ സംഭവവികാസങ്ങളാണ് UP-യിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വിഷയവും അത് തന്നെയാണ്, ഇന്നത്തെ സംഭവവും അത് തന്നെയാണ്.
ഹലോ, ഇത് ശ്രീമതി അനുരാജ, ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ദളിതർക്കെതിരെ, സാധാരണക്കാർക്കെതിരെ നമ്മുടെ കേൾക്കാമെന്ന് കരുതുന്നു. ശ്രീമതി അനുരാജ, ഹലോ, ക്ലിയർ ആണോ? ടെലിഫോൺ ലൈൻ ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞത് അങ്ങേയറ്റം പ്രതിഷേധാത്മകമായ ഒരു സംഭവമാണ് ഇന്ന് വീണ്ടും യുപിയിൽ അരങ്ങേറിയിരിക്കുന്നത്. യുപിയിലെ നോയിഡയിൽ അരങ്ങേറിയിരിക്കുന്നത്. ഇത് യു പി പോലീസിന്റെ ഒരു സ്വഭാവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഇപ്പൊ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഈ 125ാമത് ജന്മവാർഷികം അംബേദ്കറുടേത് ആഘോഷിക്കുന്ന സമയത്ത് BJPയും അതുപോലുള്ള പാർട്ടികളും അംബേദ്കറെ അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയാണ് ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ദളിതുകൾക്ക് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ സഹിക്കേണ്ടി വരുന്നത്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്. ഇത് യുപി പോലീസിന്റെ ഒരു മുഖമുദ്രയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനെ സമീപിക്കുന്ന സ്ത്രീകളെ, അത് പ്രായഭേദമന്യേ കൊച്ചുകുട്ടിയായിരുന്നാലും ഒരു പന്തെടുക്കുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷന്റെ കോമ്പൗണ്ടിനുള്ളിൽ കടന്നാൽ പോലും ആ പെൺകുട്ടിയെ പോലും പീഡിപ്പിക്കുന്ന ഒരു സ്വഭാവ വിശേഷമുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റായി യുപിയിലെ പോലീസ് മാറിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുണ്ട്. തുടർച്ചയായി സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ, പ്രത്യേകിച്ചും പിന്നോക്ക വിഭാഗത്തിലുള്ള ദളിത് വിഭാഗത്തിലുള്ള സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നു. അതിന്റെ ക്രൂരത വർദ്ധിച്ചു വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഒരു പക്ഷേ മുഖ്യമന്ത്രിയെ പത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പോലും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അവിടുത്തെ മുഖ്യമന്ത്രി അഖിലേഷ് യാദവിനോട്. കാരണം ഒരു ഭാഗത്ത് സമാജ്വാദി പാർട്ടിയുടെ നേതാവ് കൂട്ടബലാത്സംഗം എന്ന് പറഞ്ഞാൽ അത് ഒരു സംഭവിക്കുന്ന കാര്യമല്ല, അത് നടക്കില്ല എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ, മറ്റൊരു ഭാഗത്ത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയും അതിനെതിരായിട്ടുള്ള നടപടിക്രമങ്ങൾ ഒന്നും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന് ആ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കാനുള്ള അർഹത നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇന്നത്തെ ഈ സംഭവത്തിലൂടെ എന്നുള്ളത് കൂടി ആവർത്തിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ശ്രീമതി അനുരാജ, ദൃശ്യങ്ങൾ പോലും വളരെ വ്യക്തം, അതാണല്ലോ ഏറ്റവും വലിയ തെളിവ്. അത് വളരെ വ്യക്തമായി തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിൽ പ്രചരിക്കുന്നു, വലിയ രീതിയിലുള്ള പ്രതിഷേധം വരുന്നു. അപ്പോഴും പോലീസുകാർക്കല്ല തെറ്റുപറ്റിയത് എന്ന ന്യായീകരണമാണ് അധികൃതർ ഇപ്പോഴും നടത്തുന്നത്. അവർ പ്രകോപിതരായതാണ്, അവർ പ്രകോപിതരമായ എന്തൊക്കെയോ സിറ്റുവേഷൻസ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്തോ ഒരു ചെറിയ കൈപ്പിഴ പോലീസിന് വന്നു എന്ന തരത്തിലുള്ള ഒരു ന്യായീകരണമാണ് ഇപ്പോൾ അധികൃതർ നൽകുന്നത്. പോലീസിന് ഒരു കാലത്തും ഒരു സംസ്ഥാനത്തെയും പോലീസിന് വലിയ കൈപ്പിഴ സംഭവിച്ചുവെന്ന് ആ ഭരണകൂടങ്ങളൊന്നും പറയില്ല. എവിടെ സംഭവിക്കുന്ന ചെറിയ കൈപ്പിഴ അവർ പ്രകോപിതരായി, അങ്ങനെ പ്രകോപിതരായാൽ നിയമം കയ്യിലെടുക്കുവാൻ ഇവർക്ക് പോലീസുകാർക്ക് എന്തുണ്ട് അവകാശം? അതിൻ്റെതായ നിയമം ഉണ്ട്, അതിന്റെ നിയമവ്യവസ്ഥയുണ്ട്, നീതിന്യായ വ്യവസ്ഥയുണ്ട്, അതുവഴി വേണ്ട പോകാൻ. അവിടെയാണ് ശ്രീമതി അനുരാജ, നിയമം സംരക്ഷിക്കേണ്ടത് പോലീസാണ്. പക്ഷെ ആ സംരക്ഷിക്കാതെ ജനങ്ങൾക്കെതിരായി നിൽക്കുമ്പോൾ അതിന് മേൽ ഭരണകൂടത്തിന് എന്തുകൊണ്ട് ഇടപെടാൻ സാധിക്കുന്നില്ല? അതിനും അപ്പുറത്തേക്ക് മറ്റേതോ ഇടപെടലുകളാണ് ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന ഒരു സൂചന കൂടിയല്ലേ അതിനകത്തുള്ളത്? അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രത്യേകിച്ച് സ്ത്രീകൾ, അതും പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വിഭാഗത്തിൽപ്പെട്ട ദളിത് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവരൊരു സിറ്റിസണായി പോലും അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ഒരു മാനസികാവസ്ഥയുള്ള ഒരു ഭരണകൂടമാണത്. അതുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത്, ഇത്തരത്തിൽ പോലും വളരെ മൃഗീയമായ രീതിയിൽ സ്ത്രീകളോട് പെരുമാറിയ പോലീസുകാരെ, പോലീസിനെ ന്യായീകരിക്കുന്ന ഒരു ഭരണകൂടം, ആ ഭരണകൂടത്തിന് ആ ഭരണത്തിലിരിക്കാൻ അതുകൊണ്ട് തന്നെ അർഹതയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ആ പദം വിട്ട് ഒഴിയണമെന്ന്. ഇത് ഒരു സംഭവമല്ല, ആവർത്തിച്ച് എത്ര വലിയ പ്രതിഷേധങ്ങളും എത്ര വലിയ അതിനുള്ള ചർച്ചകളും ഒക്കെ വന്നു കഴിഞ്ഞാലും ഇതിനെതിരെ എന്തെങ്കിലും ക്രിയാത്മകമായ വളരെ ശക്തമായ നടപടിയെടുക്കുന്നതിൽ അഖിലേഷ് യാദവ് ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ നടന്നിരിക്കുന്ന സംഭവം. അത് എത്ര കാലം ഈ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ, അല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകൾ, യുപിയിലെ സ്ത്രീകൾ ഇനി എത്ര പേർ ഈ രീതിയിൽ ഉള്ള പീഡനങ്ങൾക്ക് വിധേയമാവണം? അത് നീതി തേടി പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അവിടെയാണ് ഈ അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ പിന്നെ എവിടെയാണ് ആ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് രക്ഷ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. സ്ത്രീകളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട
പ്രത്യേകിച്ചും ദളിത് പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകളെയും കുട്ടികളെയും പെൺകുട്ടികളെയും സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളത് അതിന് വേറെ പ്രൂഫ് ആവശ്യമില്ല, തെളിവ് ആവശ്യമില്ല. അതുകൊണ്ടാണ് ദേശീയ മഹിളാ ഫെഡറേഷൻ ആവശ്യപ്പെടുന്നത്. ഈവൻ മുഖ്യമന്ത്രി പദത്തിലും അദ്ദേഹം രാജിവെച്ച് പുറത്തു വരണം, ഇതിന്റെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട്. ഒരുപാട് സംഭവങ്ങൾക്ക് ശേഷം ഒരുപാട് കഥകൾ നമ്മൾ നേരത്തെയും കണ്ടതാണ്. 2 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞ് പിന്നെ വീണ്ടും അതിനെ പല കഥകളും പറഞ്ഞു പരത്തി അതിനെ യഥാർത്ഥ സംഭവത്തിൽ നിന്നും മറ്റൊരു കെട്ടുകഥയിലേക്ക് കാര്യങ്ങൾ മാറ്റാൻ അതിവിദഗ്ധരാണ് UP-യിലെ പോലീസുകാർ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് ജനാധിപത്യ ഭാരതത്തിന് ഏറ്റവും വലിയൊരു കളങ്കമാണ് ഇത്തരത്തിൽ വീണ്ടും ആവർത്തിച്ചുണ്ടാകുന്ന ഇത്തരം സംഭവ വികാസങ്ങൾ എന്നാണ് ദേശീയ മഹിളാ ഫെഡറേഷൻ പറയുന്നത്. ഇവിടെ ശ്രീമതി ആനിരാജ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഗ്രേറ്റർ നോയിഡയിലെ ഈ ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും രാജ്യത്തുടനീളം, ഒരുപക്ഷെ കേരളത്തിലായാലും ഒപ്പം തന്നെ ആ വിധത്തിലുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഡെവലപ്ഡ് അല്ലെങ്കിൽ വികസിത സംസ്ഥാനങ്ങൾ എന്ന് പോലും അവകാശപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇത് പൊതുവിലൊരു അരാജകത്വം ഉള്ളതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയല്ലേ? രാജ്യം വികസിക്കുന്നു, വലിയ രീതിയിൽ ഡിജിറ്റൽ ഇന്ത്യ എന്ന രീതിയിൽ വലിയ ക്യാമ്പയിനുകൾ നടക്കുന്നു, ആ വിധത്തിൽ വികസനത്തിന് പിന്നാലെ പായുന്നു, ടെക്നോളജിക്ക് പിന്നാലെ പായുന്നു. പക്ഷേ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് സർക്കാർ ഇറങ്ങി ചെല്ലുന്നില്ല എന്നതിൻ്റെ സൂചന കൂടിയല്ലേ? ഞാനൊരു സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് ഇതിനെ സമീപിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം അടുത്ത സമീപകാലത്ത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദേശ സന്ദർശനങ്ങളിൽ ആ വിദേശ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യയിലെ സ്ത്രീകളുടെ പങ്കാളിത്തത്തെക്കുറിച്ച്, അവരെ കൂടി പലതിലും പങ്കാളികളാക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചെങ്കിലും വളരെ ആശ്ചര്യകരമെന്ന് പറയട്ടെ, അദ്ദേഹം വളരെ നിശബ്ദത പാലിച്ച ഒരു വിഷയമുണ്ട്. അത് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് പാർലമെന്റിലും അസംബ്ലിയിലും 33% സംവരണം ഉറപ്പു നൽകുന്ന വനിതാ സംവരണ ബില്ലിനെ കുറിച്ച്, സ്ത്രീകളെ രാഷ്ട്രീയമായി ശാക്തീകരിക്കാതെ ഡിസിഷൻ എടുക്കുന്ന ബോഡികളിൽ, രാജ്യത്തിന് വേണ്ടി നയങ്ങൾ രൂപീകരിക്കുന്ന വേദികളിൽ സ്ത്രീകൾക്ക് സ്ഥാനമില്ലാതെ, അവരുടെ സ്ഥാനം ഉറപ്പാക്കാതെ എങ്ങനെ ഒരു രാജ്യത്തിന്റെ വികസനം സാധ്യമാകും? ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടി പറഞ്ഞാൽ അദ്ദേഹം വളരെ തന്ത്രപൂർവം ആ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത്. അതും മറ്റു രാജ്യങ്ങളിൽ പോയി ഇന്ത്യയിലെ സ്ത്രീകളുടെ വികസനത്തിൽ പങ്കാളികളാക്കണമെന്ന് പറയുന്നു. ഞാൻ പറയുന്നു, ഈ രാജ്യത്തെ സ്ത്രീകൾ അവർ ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി നൽകുന്ന അവരുടെ സംഭാവന, അത് പറയുമ്പോൾ സ്ത്രീകൾ പ്രതിഫലം പറ്റാതെ ചെയ്യുന്ന ജോലികൾ അത് ഇന്ത്യയുടെ GDP-യുടെ 39% വരും. അപ്പോൾ സ്ത്രീകള് ഒരു നാഷൻ ബിൽഡിങ്ങിൽ അവരുടെ പങ്കിനെ പരിഗണിക്കാതെ, അതിനെ അംഗീകരിക്കാത്തിടത്തോളം കാലം ഇത്തരത്തിൽ സ്ത്രീകളെ ഒരു 2ാം കിട പൗരയായി മാത്രമാണ് ഈ രാജ്യത്തിന് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം മധ്യപ്രദേശിൽ BJP ഭരിക്കുന്ന മധ്യപ്രദേശിലെ 12 വയസ്സുകാരി പെൺകുട്ടി, ഒരു ദളിത് പെൺകുട്ടി, ടാപ്പിൽ നിന്ന് കുടത്തിൽ വെള്ളമെടുത്ത് നിവർന്നു നിന്നപ്പോൾ എന്താണ് അവളുടെ നിഴൽ, ഒരു അപ്പർ കാസ്റ്റ് ഉയർന്ന ജാതിക്കാരന്റെ ദേഹത്ത് ആ ഷാഡോ വീണു, നിഴൽ വീണു എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ അതിക്രൂരമായി അവിടെ പീഡിപ്പിക്കുകയുണ്ടായി. അതുപോലെ മഹാരാഷ്ട്രയിൽ ഒരു 22 വയസ്സായ ചെറുപ്പക്കാരൻ, ദളിത് ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണില് അംബേദ്കർ സോങ് ആണ് വെച്ചിരിക്കുന്നത്, റിംഗ് ടോൺ വെച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു കടയിൽ ചായ കുടിക്കാനിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഫോൺ വരുന്നു, ഈ അംബേദ്കർ ഗാനമാണ് അതിൽ നിന്നും വന്നത്. അത് കേട്ട് അവിടെ ഇരുന്ന അപ്പർ കാസ്റ്റിൽപ്പെട്ട ചെറുപ്പക്കാർ ഈ ദളിത് യുവാവിനെ അവിടെ വെച്ച് അടിച്ചു കൊല്ലുകയാണ് ചെയ്തത്. ഇതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അംബേദ്കറിന്റെ 125ാം ജന്മവാർഷികം ആഘോഷിക്കുമ്പോൾ അംബേദ്കറെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ BJP-യും ഫാസിസ്റ്റ് ശക്തികളും ശ്രമിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ദളിതുകളെയും പിന്നോക്ക വിഭാഗങ്ങളെയും അവരുടെ പ്രശ്നങ്ങൾ, അവരനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ, ഡിസ്ക്രിമിനേഷൻ, അതിനെക്കുറിച്ച് പരിശോധിക്കാൻ, അതിനെ അഡ്രസ് ചെയ്യാൻ ഈ പാർട്ടികൾ തയ്യാറാവുന്നത്. അവിടെയാണ് വളരെ വളരെ നന്ദി ശ്രീമതി ആനിരാജ ഈ അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. നമ്മുടെ ഭരണകൂടത്തിന്റെ എന്താണ് താല്പര്യം, എന്താണ് പ്രയോറിറ്റി എന്ന വിഷയം കൂടിയാണ് ഒരുപക്ഷെ ഈ വിധത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതുതന്നെയാണ് ശ്രീമതി ആനിരാജ സൂചിപ്പിച്ചതും. ഇപ്പോൾ അഭിനേത്രി കൂടിയായ ശ്രീമതി ഹിമ ശങ്കർ നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഹിമ, ഈ സ്ത്രീകളെ, ഒരുപക്ഷെ സ്ത്രീ ആയതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. ഇവിടെ സ്ത്രീയാണെങ്കിൽ, ദളിതനാണ് എങ്കിൽ ഇത് തന്നെയാകും ഇന്ത്യയിൽ അനുഭവിക്കേണ്ടി വരിക എന്ന സൂചനയാണ് ഈ ദൃശ്യങ്ങൾ നൽകുന്നത്. ഹിമ,
ഇന്ത്യൻ കൾച്ചർ പരിശോധിക്കുമ്പോൾ, അതായത് നമ്മളുടെ പുരാണങ്ങളിലാണെങ്കിലും പല ഇതിലാണെങ്കിലും ഉള്ള പല കഥകളിലുള്ള ഇന്ത്യൻ കൾച്ചർ പരിശോധിക്കുന്ന സമയത്ത്, ഹലോ കേൾക്കുന്നുണ്ട് ഹിമ, പറഞ്ഞോളൂ. ആ കൾച്ചർ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്, പണ്ട് ഗണികകൾക്ക് പോലും ഒരു ഉത്തമ സ്ഥാനം കൊടുത്തിരുന്ന ഭരണരീതി ഉണ്ടായിരുന്നു. പല രീതിയിലുള്ള സ്ത്രീകൾക്ക് പല രീതിയിലുള്ള ജോബ് കൊടുത്തിരുന്ന ഭരണരീതി ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് ഒരു സ്ഥാനം, അത് ഏത് തരത്തിലുള്ള സ്ത്രീ ആണെങ്കിൽ രാജ്ഞി പോലും രാജാവിന്റെ ഒപ്പം ഇരിക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു രാജ്യഭരണത്തെക്കുറിച്ചും അങ്ങനത്തെ ഒരു ലോകത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആശഭാരത സംസാരം പുലമ്പുന്ന ഇവിടുത്തെ BJP-ക്കാരായാലും ഇവിടുത്തെ ഏത് അധികാരത്തിൽ വന്നിട്ടുള്ള നാഷണൽ ലെവൽ അധികാരത്തിൽ വന്നിട്ടുള്ള എല്ലാവരും സൗകര്യപൂർവ്വം പറഞ്ഞിട്ടുള്ള ഒരു വേർഡാണ് സ്ത്രീ എന്ന് പറയുന്നത്. എന്താണ് സ്ത്രീയുടെ പുരാണ കാലത്തുണ്ടായിരുന്ന പദവി? ആ പദവിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിൽ വളരെ ഹൈ ലെവലിലുള്ള പദവികൾ വരെ ഉണ്ടായിരുന്ന സ്ത്രീകളുണ്ടായിരുന്നു. ഇപ്പോ വെറും വസ്തുക്കൾ മാത്രമായി അധപതിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് സ്ത്രീകളുടെ ഒരു സ്റ്റാറ്റസ് മാറിയെങ്കിൽ അത് ഇതുവരെ ഇംഗ്ലീഷുകാർ പോയതിനു ശേഷം ഇവിടെ നിലനിന്ന ഒരു ബ്രാഹ്മണിക് മേൽക്കോയ്മ, അതിനപ്പുറത്തേക്ക് പറഞ്ഞാൽ ഒരു ചില വർഗങ്ങളുടെ മാത്രം മേൽക്കോയ്മയും അതിൽ പണവും കൂടി കലർന്നിട്ടുള്ള ഒരു തരം ഒരു തരം സാഡിസമാണ് ഇവിടെ നിലനിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഹിമ ഒരു യൂത്തിന്റെ പ്രതിനിധി കൂടിയാണ്. നമ്മൾ ഈയിടെയായി സംസാരിക്കുന്നതെല്ലാം ഡിജിറ്റൽ ഇന്ത്യയെ കുറിച്ച് സംസാരിക്കുന്നു, ടെക്നോളജിയെ കുറിച്ച് സംസാരിക്കുന്നു, വമ്പൻ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച് സംസാരിക്കുന്നു. ആ വിധത്തിലൊക്കെ സംസാരിക്കുന്നതിനിടെ അതൊക്കെ രസമുണ്ട്, കേൾക്കാൻ രസമുണ്ട്, പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷേ അതിനുമപ്പുറത്തേക്ക് ഇന്ത്യയുടെ അടിസ്ഥാനമായ വിഷയം ഇതൊക്കെയാണോ? അല്ല, ഒരിക്കലുമല്ല. കാരണം ഇന്ത്യയുടെ അടിസ്ഥാനമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും മാനസിക സുരക്ഷയും ശാരീരിക സുരക്ഷയും അവന് ജീവിക്കാൻ വേണ്ട അടിസ്ഥാന സ്വതന്ത്രമായ ചുറ്റുപാടുകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇനി ക്യാൻസർ ഹോസ്പിറ്റലിൽ പുഴുങ്ങി തിന്നാൽ ഭക്ഷണമാവില്ലല്ലോ. അപ്പോ അത് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്. നമ്മളുടെ നാട്ടിൽ തന്നെയുള്ള ഇപ്പൊ എന്റെ അച്ഛൻ തന്നെ ഉണ്ടായ ഒരു അനുഭവം ഉണ്ട്. ഒരു വലിയ ഹോസ്പിറ്റലിൽ വളരെ ഹാർട്ട് സംബന്ധമായ കിഡ്നി സംബന്ധമായ ഒരു അസുഖത്തിന് പോയിട്ട് അവിടെയുള്ള ആൾക്കാരെ അച്ഛനെ കൊല്ലാറാക്കി, ആ അവസ്ഥ വരാക്കി. അപ്പൊ അതുപോലെയുള്ള മെഡിക്കൽ സെന്ററുകളുള്ള നമ്മുടെ രാജ്യത്ത്, ഈ ലോകത്ത് എന്താണ് അടിസ്ഥാനപരമായ സുരക്ഷിതത്വം മനുഷ്യന്? അതിനുള്ള ആൻസർ സ്ത്രീകൾക്ക് ഒരു പരിധി വരെ ഹിമ എനിക്ക് തോന്നുന്നു ഇത്തരം വിഷയങ്ങൾക്ക് ഒരു പരിധി വരെ സഹായം ചെയ്തു കൊടുക്കുന്നത് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കൂടിയാണ്. ഇത് ഈ സ്ത്രീകളെ ഹിമ ഈ ദൃശ്യം കണ്ടോന്ന് എനിക്കറിയത്തില്ല. ഈ സ്ത്രീകളെ വലിച്ചടക്കുകയാണ്, വ്യവസ്ഥയാക്കി. ആ കുഞ്ഞിനെയും കൊണ്ട്, ആ കരയുന്ന കുഞ്ഞിനെയും കൊണ്ട് ഇവർ ഇതിന്റെ കൂടെ ഇവരുടെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. ഒരു 100 കണക്കിന് ആളുകൾ കൂടെ നിന്ന് ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. ഒരാൾ പോലും ഇടപെടുന്നില്ല. വാഹനം പോലും ഇതിനിടെ സഞ്ചരിച്ചു പോകുന്നുണ്ട്. തീർച്ചയായും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സമൂഹം തന്നെ ലോകത്തിന് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണ്. എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. അതിനിപ്പോ ആരാണെങ്കിലും, ഇനിയിപ്പോ നമ്മളുടെ ഇടയിൽ ഇപ്പൊ കേരളത്തില് പോലും കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇത്രയും വലിയ പുകഴ്പെറ്റ നോർത്ത് ഇന്ത്യ, നമ്മുടെ രാഷ്ട്രഭാരത സംസ്കാരം പുളകം കൊള്ളുന്ന നോർത്ത് ഇന്ത്യയിലും ഗുജറാത്തിലും അവിടെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ കേരളത്തെ കുറിച്ച് വേറെ രീതിയിലെങ്കിലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ വേറൊന്നും, ഇതെല്ലാം മനുഷ്യന്റെ അധികാരവും പണവും ചേർന്ന പെണ്ണിനെതിരെയുള്ള ആണിന്റെ അധികാരത്തിന്റെ ഏറ്റവും വലിയ ചിഹ്നങ്ങളാണ് നമ്മുടെ കൺമുന്നിൽ കാണുന്നവ. ഇതൊന്നും കാണാൻ ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് കഴിവുണ്ടോ എന്ന് എനിക്കറിയില്ല. മനുഷ്യന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ പ്രശ്നം. ബാക്കിയുള്ളതൊക്കെ ഇന്ത്യക്കാർക്ക് അത്ര പ്രശ്നമല്ല. നമ്മുടെ സംസ്കാരം അത് തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഇത് വളരെയധികം സീരിയസ് ആയ കാര്യമാണ്. ഇത് ചർച്ചകൾക്ക് അപ്പുറം വളരണം. അതിനെന്ത് ചെയ്യാൻ പറ്റുന്നത് രാഷ്ട്രീയക്കാരും ഇതുവരെ ചിന്തിക്കാറുമില്ല. നമ്മൾ സംസാരിച്ച് ചർച്ച നടത്തി പിരിയുന്നു, അല്ലാതെ അതിലപ്പുറം എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണണം. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇന്ത്യ ജീവിക്കാൻ പറ്റാത്തൊരു രാജ്യമാവുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവിടെ ഹിമ പലപ്പോഴും ഭരണകൂടത്തിന് പോലും ഇടപെടാൻ പറ്റാത്ത സർക്കാരിന് പോലും ഇടപെടാൻ പറ്റാത്ത ഒരു തരത്തിലേക്കൊക്കെ പോലീസിന്റെ ആയാലും ഒക്കെ നിലപാടുകൾ പോകുന്നുണ്ട്. പലപ്പോഴും ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യം നമുക്കറിയാം. ബീഫ് കഴിച്ചതിന്റെ പേരിൽ ദാദ്രിയിൽ കൊലപാതകം നടന്ന സംഭവമൊക്കെ നമുക്കറിയാം. പോലീസിന്റെ കാര്യത്തിലായാലും ഇത്തരത്തിലുള്ള ജനങ്ങളുടെ കാര്യത്തിലായാലും അത് ഭരിക്കുന്നത് BJP സർക്കാരാണ് എന്നതുകൊണ്ട് മാത്രമല്ല, അതിനുമപ്പുറത്തേക്ക് ഇത്തരക്കാരിൽ ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ഭരണകൂടം എത്തിയിട്ടുണ്ടോ? അതിനും അപ്പുറത്തേക്ക് മറ്റാരോ ചേർന്ന് നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ എത്തിയിട്ടുണ്ടോ? ഇത് ലോകം മൊത്തം ഒരു തരം പണത്തിന്റെ മേൽക്കോയ്മയ്ക്ക് വേണ്ടി, അതും അധികാരത്തിനും പണത്തിനും എല്ലാ കാലത്തും ഉണ്ടായിരുന്ന പലതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. നമുക്ക് ചുറ്റും നോക്കി അറിയാം. പലരും ബന്ധങ്ങൾ പോലും മാറ്റിവെക്കുന്ന പണത്തിന് വേണ്ടിയാണ്, ബന്ധങ്ങളെ പോലും നശിപ്പിക്കുന്ന പണത്തിന് വേണ്ടിയാണ്. പണത്തിന്റെ മേൽക്കോയ്മ ഇല്ലാതിരുന്ന സ്ഥലമായിരുന്നു ഇന്ത്യ.
വേറെ രീതിയിൽ പറഞ്ഞാൽ. ഞാൻ എന്റെ പഠിച്ചിട്ടുള്ള എന്റെ അറിവ് വെച്ച് ഞാൻ പറയണം. ആ പണത്തിന്റെ മേൽക്കോയ്മയ്ക്ക് അപ്പുറം പലതിനും സ്ഥാനമുണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. പക്ഷെ ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്ന ഭൂവുടമ അവകാശങ്ങൾ നമ്മുടെ കേരളത്തിലല്ല, ഞാൻ കുറച്ചും കൂടി പുറത്തേക്കാണ് ഞാൻ പറയുന്നത്. ഭൂവുടമ സങ്കല്പങ്ങളും അടിമ ഉടമ സമ്പ്രദായങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന സ്ഥലത്തിന് എങ്ങനെയാണ് നിങ്ങൾ ഹൈടെക് ആക്കാൻ പോകുന്നത്? ആദ്യം പോളിഷ് ചെയ്ത് തന്നെ കേരളത്തിൽ വന്നതുപോലെയുള്ള നിയമങ്ങൾ തന്നെയാണ് പുറമെയുള്ള ഇന്ത്യയിൽ വരേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാനാണ് എനിക്ക് പറയാനുള്ളത്. അവിടെയും അതാണ് ഏറ്റവും വലിയ രസം ഹിമ. ഇതൊന്നും അറിയാത്ത ഒരാളാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെങ്കിൽ ശരി, വളരെ സാധാരണക്കാരനായി ഇത്ര ഉയരത്തിലെത്തി എന്ന് പറയുന്ന കുട്ടിഘോഷിക്കുന്ന നരേന്ദ്രമോദി തന്നെയാണ് ഡിജിറ്റൽ ഇന്ത്യയെ കുറിച്ച് സംസാരിക്കുന്നു. രാജ്യത്ത് എല്ലാവർക്കും ഈ വിധത്തിലുള്ള സൗകര്യങ്ങൾ, ടെക്നോളജി വിധമായ സൗകര്യങ്ങൾ എത്തിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പോലും ഒരു ജനാധിപത്യം, ഒരു മാനുഷിക പരിഗണന പോലും കിട്ടാത്ത നിരവധിയായ സാധാരണക്കാർ, ദളിതർ, സ്ത്രീകൾ ഉണ്ട് എന്ന് തിരിച്ചറിയാത്ത ഒരു ഭരണാധികാരിയാണ് നമുക്കുള്ളത്. അതല്ലേ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ. തീർച്ചയായും. ഇപ്പൊ US-ലൊക്കെ ആണെങ്കിൽ ഒരാൾ പരാതി കൊടുക്കാൻ ചെന്നാൽ അവരെ മാന്യമായി സർ എന്ന് വിളിച്ച് പരാതി എഴുതി അവരുടെ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കുന്ന ജനസേവകരായിട്ടുള്ള ഒരു പോലീസിനെയാണ് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുക. ഇവിടുത്തെ അവസ്ഥ ഓരോരുത്തർക്കും ആർക്കും ആരെയും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്ന ഒരു രാജ്യം. അതിലപ്പുറം ഒരാളുടെയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നീതിപരമായിട്ടല്ലാതെ പൈസയുടെ മേലിലും കൈക്കൂലിയായിട്ടും പലതുമായിട്ടും ആവശ്യപ്പെടുന്ന വേറൊരു സമൂഹം. അപ്പൊ ഇവിടെ എങ്ങനെയാണ് നിങ്ങളുടെ ബാലൻസ് എന്ന് പറഞ്ഞത്? ഈ ലോകത്തെ എന്തായിരുന്നു നമ്മുടെ നാട് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ ഹൈടെക് യുഗം എന്ന് പറയുമ്പോൾ അവസാനം ഇന്റർനെറ്റ് കൊണ്ട് നമുക്ക് ചോറുണ്ണാൻ പറ്റില്ല, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഓക്സിജൻ ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ തിരിച്ചറിയുന്ന കാലത്ത് ഇതൊക്കെ നമ്മൾ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് ഓരോരുത്തരും ഇന്റേണലി തയ്യാറാവണം. ആ ഇന്റേണലി തയ്യാറാവാനുള്ള രീതിയിലുള്ള ഒരു മൂവ്മെന്റും രാഷ്ട്രീയക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. പൈസയ്ക്കും സ്ഥാനമാനങ്ങൾക്കും അപ്പുറം ഇവരെന്താണ് കാണുന്നത്? ഒരു ഇന്ത്യ എന്ന സ്വപ്നം എന്താണെന്ന് പോലും നമുക്ക് വ്യക്തമല്ല. കുറെ ഹൈടെക് ആയിട്ടുള്ള കാര്യങ്ങളും കുറെ അപ്പുറത്തെ വിദേശികളെ സംരക്ഷിക്കാനും കോർപ്പറേറ്റുകളെ സംരക്ഷിക്കാനും മാത്രമാണ് ഈ ലോകത്തുള്ള നീതിന്യായ വ്യവസ്ഥകളും അധികാരവും ഒക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യനെ അതെപ്പോഴായാലും ഇനി ഏത് പാർട്ടി ആവട്ടെ, ജാതി ആവട്ടെ, മതമാവട്ടെ, സാധാരണ മനുഷ്യൻ എപ്പോഴും അതിൽ നിന്നും വിട്ടുപോയിക്കൊണ്ടിരിക്കുക. അവർ വേറെ വളരെ ഹിമ ശങ്കർ ഈ അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. ഗ്രേറ്റർ നോയിഡയിൽ നിന്ന് ദൃശ്യങ്ങളടക്കമുള്ള നമ്മളെ നാണം കെടുത്തുന്ന തരത്തിലുള്ള ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏതായാലും പുറത്തു വന്നിരിക്കുന്നത്. ഞാനും നിങ്ങളും അടങ്ങുന്ന ഇന്ത്യക്കാർ ഒരുപക്ഷെ ലോകത്തിന് മുന്നിൽ നാണിച്ച് മുഖം താഴ്ത്തി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് ഗ്രേറ്റർ നോയിഡയിലാണ്. പക്ഷേ ഇത് ഉത്തരേന്ത്യയിലെ വിഷയം മാത്രമല്ല, നമ്മൾ ഉൾപ്പെടുന്ന കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല. ദളിതരാണ് ഇവിടെ നീതി തേടി പോലീസ് സ്റ്റേഷനിലെത്തിയ ദളിതർക്കാണ് ഈ വിധത്തിലുള്ള അപമാനത്തിന് ഇരയാകേണ്ടി വന്നിരിക്കുന്നത്.